ദേശഭക്തി ഗാനങ്ങളോട് അസഹിഷ്ണുത തുടർന്ന് CPM-ഉം മുഖ്യമന്ത്രിയും. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിന് വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചതിൽ പ്രസ്താവനയുമായി മുഖ്യമന്ത്രി. ദേശീയതയെയും ദേശഭക്തിയെയും അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത് മുഖ്യമന്ത്രിയുടെ സങ്കുചിത രാഷ്ട്രീയ ചിന്തയെന്ന് ആക്ഷേപം ഉയരുകയാണ്. ആദ്യം എന്താണ് എറണാകുളം KSR ബംഗളൂരു വന്ദേ ഭാരത് ഉദ്ഘാടന വേളയിൽ ആ വിദ്യാർത്ഥികൾ ആലപിച്ച ഗാനം എന്താണ് എന്ന് നമുക്ക് കേട്ടുവരാം. ഇതാണ് ഇന്ന് വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിനിടയിൽ വിദ്യാർത്ഥികൾ ആലപിച്ച ദേശീയ ഗാനം. ദേശീയ ഭക്തി തുളുമ്പുന്ന ഈ ഗാനാലാപനത്തിനെയാണ് വലിയ രീതിയിൽ വലിയ സൈബർ ആക്രമണം, അതുപോലെ വർഗീയ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊക്കെ വലിയ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? നിലിമ, തീർച്ചയായും ദേശസ്നേഹത്തെ വാഴ്ത്തുക മാത്രമാണ് കുട്ടികൾ ചെയ്തത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും ദേശീയത വളർത്തുന്ന വരികൾ, അതോടൊപ്പം തന്നെ ദേശസ്നേഹത്തെയും ഭാരത മാതാവിനെയും ഒക്കെ സ്തുതിക്കുന്ന ഗാനമാണ് അവിടെ ആലപിച്ചത്. ആ ഗാനത്തിനെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ചിത്രീകരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്ന് നടന്ന ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെയാണ് കുട്ടികൾ ഇത്തരത്തിൽ ദേശീയതയെ പ്രകീർത്തിക്കുന്ന ഈ ഗാനം ആലപിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ നടപടി, അതായത് ഇത്തരത്തിൽ ഈ ഗാനം ആലപിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്വേഷം വളർത്തുന്നു, വർഗീയ വിഭജന രാഷ്ട്രീയമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്നുണ്ട് നിലിമ. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരം ഒരു ഗാനം ആലപിച്ചത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്നുകൂടി മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്നു എന്നത് തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു അനുമതി ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് ആ റെയിൽവേയിലാണ് എന്നതുൾപ്പെടെയുള്ള ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ ഈ ഗാനം ആലപിച്ചു കഴിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഈ ഗാനം പ്രചരിച്ചിരുന്നു. പിന്നീട് നടന്ന സൈബർ ഇടങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി ചിത്രീകരിക്കുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടന്നത്. നമുക്കറിയാം, അതിലെ ഓരോ വരികളും രാജ്യത്തെ പ്രകീർത്തിക്കുന്നു, അതോടൊപ്പം തന്നെ ഭാരത മാതാവിനെ ഉൾപ്പെടെ പ്രകീർത്തിക്കുന്ന വരികളാണ്. നമുക്ക് മുന്നേ നടന്ന ഈ പരമപവിത്രമദാമി മണ്ണിൽ എന്ന് പറയുന്ന ആ ഗാനത്തിൽ എവിടെയാണ് വർഗീയത എന്ന് ചോദിക്കുമ്പോൾ ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അപ്പോഴും ഇതിലെവിടെയാണ് വർഗീയത എന്ന് ചോദിക്കുമ്പോൾ വർഗീയതയൊന്നും ചൂണ്ടിക്കാട്ടാനില്ല. പക്ഷേ ഇത്തരത്തിൽ ഗണഗീതമാണ് ആലപിക്കുന്നത് എന്നുള്ള തിരിച്ചുള്ളൊരു മറുപടി മാത്രമാണ് വരുന്നത്. അതിൽ വളരെ കൃത്യമായി ഭഗത് സിംഗും ഝാൻസിയും ശ്രീനാരായണനും ഒക്കെ ഇടം പിടിക്കുകയാണ്. ഭാരതത്തിൻ്റെ ദേശഭക്തി തുളുമ്പുന്ന വരികളാണ് ആ ഗാനത്തിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. ഇതിനോടാണ് അസഹിഷ്ണുത വരുന്നത്. സദേൺ റെയിൽവേക്കെതിരെ വലിയ വിമർശനമാണ് ഈ ഇടത് സൈബർ ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി. അവർ വളരെ കൃത്യമായി അത്തരത്തിലൊരു വികാരം ഏറ്റെടുത്തതുകൊണ്ട് തന്നെ അവർക്കത് ആ ഒരു വിവാദത്തിലേക്ക് ഇത്രയും നല്ലൊരു ശുഭമുഹൂർത്തം കടക്കേണ്ടതില്ല എന്നുള്ള വലിയ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റെയിൽവേ അവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ നിന്ന് ഈ ഗാനം പിൻവലിക്കുകയും ചെയ്തു. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുത എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ റെയിൽവേ ഇവിടെ അത്തരത്തിലൊരു എതിർപ്പ് ഉയർന്നു എങ്കിൽ ഞങ്ങൾ അത് ആ പോസ്റ്റുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് റെയിൽവേ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും
ഇത്തരത്തിൽ വർഗീയ പരാമർശം ഉണ്ടാകുന്നത് ദിസ്റ്റ? തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന നാടാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഘോരഘോരം പോരാടുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ഇത്തരത്തിൽ വർഗീയമായ പരാമർശത്തിലേക്ക് മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയും കടക്കുന്നത് എന്ന് തന്നെയാണ്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ അവിടെ എവിടെയാണ് ഒരു വർഗീയ പരാമർശം ഉണ്ടായിരിക്കുന്നത്? അതായത് നമ്മുടെ ഭാരതത്തിന് മികവുറ്റ രീതിയിൽ സംഭാവനകൾ അല്ലെങ്കിൽ ഭാരതത്തിന് വലിയ നേട്ടങ്ങൾ നേടിത്തന്ന ആളുകളെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ്. ആ ഗാനത്തെയാണ് ഇത്തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് വർഗീയ പരാമർശവും രാഷ്ട്രീയപരമായ രീതിയിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നു. വന്ദേ ഭാരതിൽ ദേശഭക്തി ഗാനം ആലപിച്ച വിഷയമാണ് വലിയ തോതിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ വർഗീയ ഗാനം പാടി എന്ന് മുഖ്യമന്ത്രി അടക്കം പറയുമ്പോൾ അതിൽ എവിടെയാണ് വർഗീയത എന്നൊന്ന് നമുക്ക് കേട്ടുവരാം. ആ ഗാനം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി സംപ്രേഷണം ചെയ്യുകയാണ്. ഭാരതാംബയെ പൂജിക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഓരോ വരികളിലും ദേശഭക്തി തുളുമ്പുന്ന ഈ ഗാനത്തെയാണ് വർഗീയ ഗാനം എന്ന് ചില കോണുകളിൽ നിന്നും ആക്ഷേപിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിയടക്കം ഈ വിഷയത്തെ ആക്ഷേപിക്കുകയാണ്.